നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ഈ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ടോപ്പിക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള ആ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം. എന്ത് അറിഞ്ഞാലാണോ പിന്നെ ഒന്നും അറിയേണ്ടതായി ആവശ്യമില്ലാത്തത്, അതാണ് യഥാർത്ഥ ജ്ഞാനം. നമ്മൾ അതുമായി എസൻസുമായി ഒന്നായി ചേരുക, പിന്നെ ഒന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ ആ സീഡായിട്ട് മാറുക, ഈ പ്രപഞ്ചത്തിന്റെ സ്രോതസ്സായിട്ട് വിലയം പ്രാപിക്കുക. നമ്മൾ അവിടെ നിന്നും ഈ കാണുന്ന ക്രിയേഷനിലേക്ക് അറ്റാച്ച്ഡ് ആയത് അറിവില്ലായ കൊണ്ടാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. യഥാർത്ഥത്തിൽ ഞാൻ പൂർണ്ണനാണ് എന്നുള്ള ആ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിറങ്ങുന്നത്. അപ്പൊ ഇനി തിരിച്ചറിവോട് കൂടിയിട്ട് പൂർണ്ണ അവയർനെസ്സോട് കൂടിയിട്ട് അതായി തന്നെ മാറുക, എന്നിട്ട് അതായി തന്നെ ജീവിക്കുക. പൊട്ടൻഷ്യലിനെ പൂർണ്ണമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. യഥാർത്ഥത്തിൽ സാധ്യത മാത്രമേ ഉണ്ട്. ആ സാധ്യതകളെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം ഓൾറെഡി ആയി കഴിഞ്ഞിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. ഇതാണ് ഈ എഡ്യൂക്കേഷൻ. അതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ യോഗ സാധന എന്നെല്ലാം പറയുന്നത്. യോഗ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എത്തുക എന്നുള്ളതല്ല, നമ്മുടെ യഥാർത്ഥ ആ നേച്ചറിനെ പൂർണ്ണമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ആ യാത്രയിൽ നമ്മളിപ്പോ സാധന ചതുഷ്ടയത്തിലെ മൂന്നാമത്തെ ലിംബായിട്ടുള്ള ഷഡ് സമ്പത്തിയിലെ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള സമാധാനം എന്നുള്ള സ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണ്. ശ്രദ്ധ
അതായത് ശരിക്കുള്ള ഫെയ്ത്ത്, ശരിയായിട്ടുള്ള ഫെയ്ത്ത്, വിശ്വാസം, അത് കഴിഞ്ഞിട്ടാണ് സമാധാനം വരുന്നത്. അപ്പൊ സമാധാനം എന്ന് പറയുമ്പോൾ മനസ്സ് പൂർണ്ണമായിട്ടും ആ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മനസ്സ് ശരിക്കുള്ള ഫ്ലോയിൽ തന്നെയാണ്, പ്യൂർ ആയിട്ടുള്ള എസെൻസ് തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും മനസ്സ് പ്യൂർ ആണ്. മനസ്സിൽ ഒരു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും നിലനിൽക്കില്ല. പ്യൂർ ആയിട്ടുള്ള എനർജിയാണ്. മനസ്സിന്റെ യൂട്ടിലൈസേഷനിലാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാവുന്നത് എന്ന് സഹജമാർഗത്തിന്റെ മാസ്റ്ററായിട്ട് ബാബുജി മഹാരാജ് പറഞ്ഞു. മനസ്സിനെ പഴിചാരുന്നത് മണ്ടത്തരാണ്. മനസ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇലക്ട്രിസിറ്റി എനർജിയാണ്. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി മോശമാണെന്നൊന്ന് പവർ സപ്ലൈ കട്ട് ചെയ്യില്ല, നമ്മൾ യൂട്ടിലൈസേഷനിൽ തെറ്റി. ആറ്റോമിക് എനർജി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ തെറ്റാണ്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. തീയ് യൂട്ടിലൈസേഷനിലാണ് തെറ്റ്. അപ്പൊ ശരിക്കും ഒരു പവറിനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ ജീവിതത്തിലുണ്ടാകും. അതാണ് ചാരുജി മഹാരാജ് പറഞ്ഞിട്ടത്, ഇഫ് യു ഹാവ് ക്യാരക്ടർ, നമുക്ക് ശരിക്കുള്ള സ്വഭാവവിശേഷം തന്നെ എന്തിനേയും നന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ക്യാരക്ടറുള്ള ഒരാൾക്ക് എന്ത് കൊടുത്താലും നന്നായി ഉപയോഗിക്കും. നേരെ മറിച്ച് ക്യാരക്ടർ വീക്കായിട്ടുള്ള ഒരാളുടെ കയ്യിൽ എന്ത് കൊടുത്താലും അത് ഉപയോഗപ്പെടുത്തും. മനസ്സും അതിന്, ഇതിലെല്ലാ ശക്തികളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സ്. നമ്മൾ കാണുന്ന എല്ലാ ശക്തികളുടെയും ഊർജങ്ങളുടെയും അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ ജനറേറ്റ് വരുന്ന ഫ്ലോ, അതാണ് മനസ്സ്. അത്രയും പവർഫുൾ ആണ് മനസ്സ്. മൾട്ടിപ്പിൾ ചാനൽസ് വിഡ്രോ ചെയ്തിട്ട് മനസ്സിനെ ആ തരത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതിന് ആ മനസ്സ് എവിടെയും ഏത് കാര്യത്തിനും 100% പെർഫെക്ഷൻ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യോഗ കർമ്മസു കൗശലം എന്ന് പറയുന്നത്. സ്കിൽഫുൾ പെർഫോമൻസ് ഓഫ് ആക്ഷൻ, ഇതാണ് യോഗ എന്ന് പറയുന്നത്. അതിലേക്കുള്ള വഴിയാണ് റെഗുലേഷൻ ഓഫ് മൈൻഡ്, സമത്വം യോഗ ഉച്ചത്. ഇത് രണ്ട് പാർട്ടാണ്. ഒന്ന് ബാലൻസ് ചെയ്യുക, ബാലൻസിനെ സ്കിൽഫുൾ ആക്ഷൻ ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ സമാധാനം എന്നുള്ള ഈ അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ ഫോക്കസ്ഡായി മനസ്സ്, സെറ്റിൽഡായി മനസ്സ്. അങ്ങനെ മനസ്സ് നമ്മൾ ഇനി എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്, ഇതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വീഴാനുള്ള സാധ്യതയും അത്ര അധികമാണ്. നമ്മൾ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ഋഷിമാരെ, സയന്റിസ്റ്റ് എന്ന് പറയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയിട്ട് പെട്ടെന്ന് താഴേക്ക് ഡൈവേർട്ടഡ് ആവും. അത്രയും പവർ ഉണ്ട്. ആ പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ മാസ്റ്റേഴ്സിന്റെ കഥകൾ വായിച്ചാൽ അവിടെ ടെംപ്ടേഷൻ ഉണ്ടായി എന്ന് പറയാം. ലാസ്റ്റ് ടെംപ്ടേഷൻ, ബുദ്ധന് ടെംപ്ടേഷൻ, ജീസസ് ക്രൈസ്റ്റ് ടെംപ്ടേഷൻ, എല്ലാവർക്കും അവസാനം ഒരു ടെംപ്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതുവരെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് പോകണോ എന്നുള്ളൊരു ചോദ്യം. ആരോടാണ് ചോദിക്കുന്നത്? ഞാൻ എന്നുള്ള ഭാവത്തിന്. ഈ ഞാനാണ് പ്രവർത്തിക്കുന്ന ആ ഇൻസ്ട്രുമെന്റ്. മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ട ആളാണ് ഈഗോ. നമ്മൾ ഇതുവരെ പല രീതിയിൽ ഉപയോഗിച്ചു, അതുകൊണ്ട് ഇങ്ങനെ പറ്റി. പക്ഷേ അവസാനെത്തുമ്പോൾ നമ്മുടെ എല്ലാ വിധത്തിലുള്ള ടെൻഡൻസീസും നമ്മൾ ക്ലിയർ ചെയ്തു, പൂർണ്ണ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു മനസ്സായിട്ട് നമ്മൾ വാക്യൂമൈസ്ഡ് ആയി എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ്. ആ വാക്യൂമൈസ്ഡ് ആയിരുന്ന സ്റ്റേറ്റിൽ ഒരു ചെറിയൊരു പഴുത് മതി. ഒരു വാക്യൂമിലേക്ക് പഴുത് കയറി കഴിഞ്ഞാൽ ഫുൾ വാക്യൂം. അപ്പൊ അത്രയും ഉയർന്ന തലത്തിൽ നമുക്ക് ചെറിയൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ വലിയൊരു വീഴ്ച ഉണ്ടാവും. അതാണ് ലൂസിഫർ എന്നുള്ള ഏഞ്ചൽ സറ്റാനായി മാറി എന്ന് പറയും. ജയവിജയന്മാര് വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാര് പതിച്ചു രാക്ഷസന്മാരായിട്ട് മാറി എന്നും പറയുന്നു. ഇത് എല്ലാം സിംബോളിക്കാണ്. അപ്പൊ ഈ സമാധാനത്തിലെത്തിയിട്ടുള്ള ആ സ്റ്റേറ്റ്, ഫോക്കസ്ഡ് മനസ്സിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഇതിനു മുമ്പേ ഈശ്വര പ്രണിധാനം എന്നുള്ളൊരു കാര്യത്തെ പറ്റി പറഞ്ഞു. ഷഡ്സമ്പത്തികളില് യമ എന്നുള്ള സ്റ്റേറ്റില് ഈശ്വരനിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവണം, കണക്ട് ചെയ്യണം. അപ്പൊ ആ കണക്ഷൻ നമ്മൾ ഉടനീളം നിർത്തുന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വലിയ മെറ്റീരിയൽ ആവുകയാണ്. ഈശ്വരനെ തന്നെ ചോദ്യം ചെയ്യുന്ന സ്റ്റേറ്റ്. രാക്ഷസന്മാരുണ്ട്, ഒരുപാട് തപസ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടോ, ഞാൻ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തു. നമ്മൾ കഥകൾ കേട്ടാറ്, ഹിരണ്യാക്ഷൻ, രാവണൻ ഒക്കെ. അപ്പൊ അത് നമ്മുടെ ഉള്ളിലുള്ള ആ സ്റ്റേറ്റ് ആണ്. ഈഗോ വളരെ പവർഫുൾ ആയി, മനസ്സ് വളരെയധികം സ്ട്രോങ് ആയി. അപ്പൊ ചലഞ്ച് ചെയ്യാണ്, അങ്ങനെ ഒരു ഗോഡ് ഉണ്ടോ. ഒരു കല്ല് മലയോട് ചോദിക്കുന്ന പോലെയാണ്. അതിനെ നമ്മൾ അതിജീവിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ് നമ്മൾ
സറണ്ടർ എന്നുള്ള സ്റ്റേറ്റ് ഇതിൽ ഉടനീളം കൊണ്ടുപോയിട്ട് വീണ്ടും 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 കണക്ട് ചെയ്ത് ഇപ്പോഴത്തേക്ക് നമ്മൾ പെർമനന്റ് കണക്ഷൻ എത്തിയിട്ടുണ്ടാവണം. നിരന്തര സ്മരണ എന്ന് ബാബുജി മഹാരാജ് പറയും. അപ്പൊ നമ്മുടെ മെഡിറ്റേഷൻ റെഗുലറായിട്ട് സാധന, മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുക, റെഗുലേറ്റ്, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ യഥാർത്ഥത്തിൽ ആ സ്മരണ കൊണ്ടുവരുന്നത് നമ്മൾ എന്താണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മാത്രം ഓർത്താൽ പോരാ, സമാധിയായി പിന്നെ പുറത്തേക്ക് വരുമ്പോൾ എന്തുപോലും ചെയ്തിട്ട് കാര്യമില്ല. അത് 24 hours മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ എപ്പോഴൊക്കെ മനസ്സ് വഴുതി പോകുന്നുണ്ടോ അപ്പോൾ റീകണക്ട് ചെയ്യണമെന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. ഒരു കളി നടക്കുമ്പോൾ, ഫുട്ബോൾ കളിയായാലും ഏത് കളിയായാലും ഇടയിൽ കളി വഴിമാറി പോകുന്നവർ കോച്ച് വിളിക്കും, കളിക്കാരോട് പറയും ഇങ്ങനെയല്ല, എന്നിട്ട് ടീം മെമ്പേഴ്സിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇതുപോലെ ഉള്ളൊരു റീകണക്ഷൻ നമ്മൾക്കത് മെഡിറ്റേഷനിലൂടെ ലഭിച്ചിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ വഴിതെറ്റിപ്പോകാൻ ഉടനെ തിരിച്ചറിയുക, അതൊരു വലിയ കഴിവാണ്. തെറ്റ് ചെയ്യുന്നതല്ല തെറ്റ്, തെറ്റ് തിരിച്ചറിയുക, എന്നിട്ട് തെറ്റ് വരുത്താതിരിക്കുക. തെറ്റെന്ന് പറയുന്നത് മനസ്സ് താഴേക്ക് ഡൈവേർട്ട് ചെയ്തു, സ്വാർത്ഥതയിലേക്ക് ഡൈവേർട്ട് ചെയ്തു, അതാണ് തെറ്റെന്ന് പറയുന്നത്. അപ്പൊ സെൽഫിഷ്നെസ്സിൽ നിന്നും ശരിക്കും സെൽഫ് ഇസ്നെസ്സിലേക്ക്, സെൽഫ് ലൈക്ക്നെസ്സിലേക്ക് മാറണം നമ്മൾ പറഞ്ഞു. അപ്പൊ സെൽഫ് എന്നുള്ളത് പല ലെവൽസ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പൊ സെൽഫിഷ്നെസ് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ ഏത് തരത്തിലുള്ള സെൽഫിഷ്നെസ്? സെൽഫ് ഇസ്നെസ്, യഥാർത്ഥത്തിലുള്ള സെൽഫായിട്ട് നിലനിൽക്കുക. എൻ്റെ വാല്യൂവിനെ ഞാൻ താഴ്ത്തില്ല, ഞാൻ ഒരിക്കലും താഴേക്ക് വീഴില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. അപ്പൊ അവിടെയാണ് റീകണക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മെഡിറ്റേഷനിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് വീണ്ടും വീണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് കഴിവ് തരും. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക, പിന്നെയും നമുക്ക് പ്രവൃത്തിയിലേക്കണം. എവിടെയെങ്കിലും നമ്മൾ വഴുതി പോകുന്നുണ്ടെന്ന് ആലോചിച്ച് പോകും, അത് പോസ് ചെയ്യുക. പോസ് ബിഫോർ യു റിയാക്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്നിട്ട് ഒന്ന് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ശുദ്ധീകരിക്കാം, എന്നിട്ട് വീണ്ടും പ്രവർത്തിക്കാൻ ഇറങ്ങും. അപ്പൊ നമ്മൾ ഈ തരത്തിൽ ഡൈവേർഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ക്രമേണ അതൊരു പെർമനന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു പെർമനന്റ് സ്റ്റേറ്റ് ആണ്. നമ്മൾ ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. ഈ സമാധാനം എന്ന് പറയുന്നത് ഡീപ്പൻ ചെയ്ത് പോയിട്ട് യഥാർത്ഥ സ്രോതസ്സിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. അവിടെയാണ് നമ്മുടെ സാധന ഇനി അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.